ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പൊളിച്ച റോഡ് പുനഃസ്ഥാപിച്ചില്ല. നാട്ടുകാർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചു. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി 1 വർഷത്തിലേറെയായി പൊളിച്ച റോഡുകൾ ഇതുവരെ പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ റോഡുകൾ ഉപരോധിച്ച് പ്രതിഷേധ സമരം നടത്തി. പൈപ്പ് ലൈൻ പ്രവൃത്തിക്കായി റോഡ് തിരൂരങ്ങാടി നഗരസഭാ പരിധിയിലെ 16 മുതൽ കക്കാട് വരെ പൈപ്പ് ലൈനായിട്ട് കീറിയിട്ട് വർഷങ്ങളായി കുഴിച്ചെങ്കിലും പിന്നീട് ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കാത്തതിനാൽ യാത്രക്കാർക്ക് ഏറെ ദുരിതമാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്നും നിരവധി ഇരുചക്ര വാഹനാപകടങ്ങൾ നടന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ് അധികൃതർ എന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സൂചന മാത്രമാണ്. ഈ വരും ദിവസങ്ങളിൽ കഴിഞ്ഞ മാർച്ച് 27-ന് ഇവിടുത്തെ KWUവിന്റെ അഗ്രിമെന്റ് കഴിഞ്ഞാൽ അതിന്റെ മുന്നേ കൊടുക്കണമെന്നായിരുന്നു. പക്ഷെ ഇപ്പോഴും അവർ കൊടുത്തിട്ടില്ല. അങ്ങനെ ഞാനും അലിമോനോടെ പോയി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴൊക്കെ വളരെ റോങ് ആയിട്ടാണ് അവർ സംസാരിച്ചത്. ഇപ്പൊ 3 ദിവസം കൊണ്ട് ഇവിടുത്തെ കണക്ഷൻ കൊടുക്കാമെന്ന് അവർ ഉറപ്പ് തന്നതായിരുന്നു. പക്ഷെ ഇന്നലെ അവർ പറയുന്നു ഞങ്ങൾക്ക് ഒരിക്കലും ഇപ്പൊ തീർക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇനിയും ദിവസങ്ങൾ പിടിക്കുന്നത്. അത് അനിശ്ചിതത്വത്തിലേക്കുള്ള പറഞ്ഞത്. അതുകൊണ്ട് ഈ ഒരു പണിമുടക്ക് ഈ ഒരു വഴി തടയൽ സൂചന മാത്രമാണ്. ഇനി മണിക്കൂറുകളോളം നമ്മൾ റോഡിൽ ഇരിക്കേണ്ട അവസ്ഥ ഈ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. പ്രതിഷേധം വെച്ചത് നമ്മുടെ ജീവന് ഒരു വില കൽപ്പിക്കുന്നില്ല ഇവിടുത്തെ അധികാരി പറയുന്നത്. നമ്മളെ ഈ ഭാഗത്തെ റോഡ് ഇത്രയും സമയം ഉണ്ടായിട്ട് വർക്ക് ചെയ്യാതെ പോയി. പലതവണ ചോദിച്ചു, ഒരു പല കാര്യങ്ങൾ പറഞ്ഞ് കൈവയ്യാണ്. പിന്നെ അധികാരികളെ ഒരു മൂകത കാണിക്കുന്നതിന് അവരെ ഉണർത്താന്നുള്ള ലക്ഷ്യം. ഇത് ഇനിയും തുടരുമെന്ന് വെച്ചാൽ അധികാരികളെ ഇതിന് നടപടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല സമരമുറകളുമായിട്ട് മുന്നോട്ട് പോകും. ഏതായാലും വന്നതിന് പൂർണ്ണമായിട്ടും നന്ദി പറയുന്നു. ഇതിന് ഞങ്ങൾക്ക് പറയാൻ സാറേ, ഞങ്ങൾ ഇതിന് ഇവിടുത്തെ MLA ഞങ്ങൾക്ക് വിളിക്കണം. PWD ഓഫീസറുണ്ട്, അവരെ വിളിച്ചിട്ട് ചർച്ച വെക്കണം സ്റ്റേഷനിൽ. ഞങ്ങൾ നാട്ടുകാരെ പരാതി കേൾക്കണം, വ്യാപാരത്തിന് പരാതി കേൾക്കണം. ഞങ്ങൾ പലതവണ 1 വർഷത്തിൽ കൂടുതൽ ഞങ്ങൾ കാര്യം പറയുന്നത്. ഞങ്ങൾ 1 വർഷം 3 മാസമായി ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ മുകളിൽ ഞങ്ങൾക്കിത് സംഭവിച്ചു, ബൈക്കിൽ വീട്ടിൽ സംഭവിച്ചു. ഈ വേണം ഞാനടക്കം പോകണം. ഒരുപാട് ആളുകൾ മഴക്കാലത്ത് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും റോഡ് തകർന്ന നിലയിലായതും വാഹനാപകടം നിരന്തരം നടക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ നടപടി ഉണ്ടായില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ച് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നും പൈപ്പ് ലൈൻ പ്രവൃത്തി നടത്തിയ ഏജൻസിയെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും ഉത്തരവാദിത്തപ്പെടുത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് ഉടൻ ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ ജനകീയ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാട്ടുകാർ അറിയിച്ചു. 28ാമത് ഡിവിഷൻ കൗൺസിലർ റാബിയത്ത് പള്ളിയാളി, അബ്ദുൽ ഹക്ക്, ഖലാം കാരാടൻ, മുസ്തഫ തടത്തിൽ, ഉമ്മർ, സക്കീർ KT, ഇബ്രാഹിം കുട്ടി, കാരാടൻ മുഹമ്മദ് ഹാജി MP, അഷ്റഫ് MN, സൽമാൻ MP, യഹിയ, നൂറുൽ ഹക്ക് MN, ഉമർ കോയ, മുഹമ്മദ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.